ഹായ് ഹലോ 2025 റിലീസ് ചെയ്തിട്ടുള്ള നമ്മുടെ മാത്യു തോമസിൻ്റെ ഒരു മലങ്കൾടെ ചിത്രമാണ് ലവ്ലി എന്ന് പറയുന്നത്. തിയേറ്ററിൽ പൂർണ്ണമായിട്ടും ഒരു പരാജയപ്പെട്ടുള്ള ഒരു ചിത്രമാണ് വിശേഷിക്കാൻ സാധിക്കും. കാരണം ചിത്രം തുടക്കത്തിൽ തന്നെ ഒരു കമ്പിപ്പടമാണോ എന്ന് തോന്നിയിരിക്കുന്ന തരത്തിലായിരുന്നു മുന്നോട്ട് പോയത്. ഒരു അഭീതമാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ കാണുന്ന പ്രേക്ഷകരിലേക്ക് ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ മലങ്ങളുടെ തോന്നുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ നായകനെ കുറിച്ച് പറയാൻ പണിയൊന്നുമില്ലാതെ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇരിക്കുക അവൻ ജോലിക്ക് പോകുന്ന സന്നദ്ധനാവുന്നു. സന്നദ്ധമാവുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മുടെ മറ്റൊരു രണ്ട് കഥാപാത്രങ്ങൾ വന്ന് പ്രത്യക്ഷപ്പെടുന്നതും ഈ കമ്പിക്കോള് ചെയ്യുന്ന ടീമുണ്ടല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ഓഫീസിൽ വരുമ്പോൾ സമയത്ത് അവരെ വരുന്ന ഒരു കോണ്ടം വീഴുന്ന ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ പേരിൽ കോണ്ടം കൊടുത്തതിൻ്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് ഞാൻ കാണുന്നത്. അതൊരു വനിതയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. റിമാൻഡിലിടുന്നു, 10-15 ദിവസം റിമാൻഡിലിടുന്നുണ്ട്, ജാമ്യം നിഷേധിക്കപ്പെടുന്നു. എന്താണ് തെറ്റ്? അതായത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം അത്ര വലിയ തെറ്റാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. പക്ഷേ നമ്മൾ ചോദിക്കുന്നില്ല, എന്തേലും കാണിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോകും. ജയിലിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ബാബുരാജ്, അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ജ്യോതിഷ് കൃഷ്ണ തുടങ്ങിയ ഒരുപാട് താരങ്ങളൊക്കെ പടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും തനിക്ക് പറ്റിയത് തന്നെ ഭയങ്കര ഗർപ്പിക്കൽ തന്നെയാണ്. മനോജിക്കയും കുറേ തന്നെ കണ്ണാടി നോക്കും, ഡേ ചെയ്യും, മുടി അങ്ങോട്ട് ചെയ്യും. തന്നെയാണ് പരിപാടി ജഡ്ജിയായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാത്യു തോമസിൻ്റെ കാര്യം നോക്കുക പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. കാരണം പൂർണ്ണമായിട്ടൊന്നും തന്നെ അത് ചെയ്യാനില്ല. ഈച്ച വരുന്നുണ്ട്. ഈച്ചയ്ക്ക് ഡബ്ബിങ് കൊടുത്തില്ല നമ്മുടെ ഉണ്ണിമായതാണെന്ന് ചെറിയ ഡൗട്ടുണ്ട്. അവരുടെ പേര് പണ്ടില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഈച്ചയുമായിട്ട് ജയിലിൽ നിന്നും പരിചയപ്പെടുന്നു. അങ്ങനെ ഈച്ചയായിട്ട് കൂടുതൽ അഗാധമായിട്ടുള്ള അടുപ്പത്തിലോട്ട് വരുന്നു. ആ ജയിൽ മോചനമാവുന്നു, കേസ് നടക്കുന്നു. നമ്മുടെ കഥാനായകൻ പറയുകയാണ്, എനിക്ക് വീണ്ടും ജയിലിലോട്ട് പോയാൽ മതി, ഈച്ച അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ കുറേ അപരാധ കഥകളും വീട്ടിലോട്ട് വരുന്ന ഈച്ച പരിപാടിയും കലക്കുന്ന കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും പറഞ്ഞാൽ എന്താ പറയുക, ഒരു കമ്പിപ്പടം അല്ലെങ്കിൽ എന്താ പറയുക പകുതി പ്ലസ് കമ്പി ഒക്കെ ആയിട്ട് കുത്തി നിറച്ചിട്ടുള്ള ഒരു പടമാണ് തോന്നുന്നുള്ളൂ. കാട്ടപരാധ കഥയൊക്കെ ആയിട്ട് തന്നെയാണ്, മലങ്ങൾ തന്നെയാണ് പൂർണ്ണമായിട്ടും. കാരണം എവിടെയും തന്നെ ഒരു ആസ്വാദന മികവോ അല്ലെങ്കിൽ കണ്ടിരുന്ന പ്രേക്ഷകർ പിടിച്ചിരുന്ന തരത്തിലോ ഒന്നും തന്നെ പടത്തിലില്ല. എന്തൊക്കെയോ ചെയ്ത് വയ്ക്കുന്നുണ്ട് വന്നവരും പോരൊക്കെ. ഈ സ്റ്റേജിൽ കയറി നമ്മുടെ നാടകം അവതരിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഓരോ വ്യക്തികൾ തനിക്കുള്ള പേര് വിളിക്കുന്നു, ഡയലോഗ് കാണപ്പടം പഠിച്ചു എന്ന് പറഞ്ഞു പോകുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ലവ്ലിയെ കുറിച്ച് പറയുക ഒരു ഫെയർ ലവ്ലി പോലെയാണ് എനിക്ക് തോന്നുന്നു. തേച്ച് മിനുക്കിയിട്ടുള്ള ഒരു പടം തീർച്ചയായിട്ടും ഒട്ടും തന്നെ എനിക്ക് കൺവിൻസിങ് ആയിരുന്നില്ല. എനിക്ക് മലയാളത്തിൽ വരുന്ന മാത്രം എൻ്റെ അനുഭവം. നമ്മുടെ പ്രൈം വീഡിയോയിലാണ് സർപ്രൈസ് റിലീസായിരുന്നു ചെയ്യേണ്ടതെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അത് തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.